ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കൂർക്ക മെഴുക്ക് വരട്ടിയുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ കൂർക്ക ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിളിൽ ഒരു വെജിറ്റബിളാണ് കൂർക്ക. പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് നോയമ്പൊന്നും ഇല്ലാത്ത സമയത്ത് ബീഫ് കറിയിലോ അല്ലെങ്കിൽ ചിക്കനിലോ ഒക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയായിരിക്കും. അപ്പം നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കൂർക്ക എന്ന് പറയണത്. നമുക്കിത് ഇറച്ചിയൊക്കെ വെക്കണ പോലെ മസാലയൊക്കെ മൊരിച്ചിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കാം. അങ്ങനത്തെയൊക്കെ വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് കഴിഞ്ഞ കൊല്ലം നോമ്പിൻ്റെ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടു നോക്കുക. അപ്പം നമ്മൾ കൂർക്കകൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് ഞാനൊരു പച്ചമുളകും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു വെള്ളം അധികം ഒഴിക്കേണ്ട, 2-1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. കുറച്ച് വെള്ളം മതി. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു വിസിൽ കേട്ടാൽ മതിയാവും, പക്ഷേ നല്ല നന്നായിട്ട് വേകാൻ വേണ്ടി ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ച് 5-6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കറിവേപ്പിലയും കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ, ഇത് ബ്രൗൺ നിറമൊന്നും ആവണ്ട, നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് അതിലേക്ക് ചേർക്കണം. പിന്നെ വേറെ മസാലയൊന്നും ചേർക്കണില്ല. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ കൂർക്ക ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കൂർക്ക ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണ വിധം ഞാൻ ഇട്ടിട്ടുണ്ട്, 1 മാസം മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്ക് കൂർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്തേക്കണാരം തന്നെ നല്ലോണം കുഴഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയാണ്. അപ്പം നല്ല അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. പിന്നെ ഇതും പപ്പടവും അച്ചാറും ഇഞ്ചിക്കറിയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.